കടുത്ത അവഗണന തുടരുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിലൂടെ എന്ന വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും ഒരു വർഷത്തിനിടെ രണ്ടാം തവണ ദുരന്ത പ്രതിരോധ സഹായം അനുവദിച്ച കേന്ദ്രം കേരളത്തിനൊന്നും നൽകിയില്ല. ഇത്തവണയും കേരളം പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ വാർത്തയിലെ കൂടുതൽ വിവരങ്ങളെക്കാളും പോകുന്നത് സിബിയുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്, അന്യ മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ദുരന്ത നിവാരണ ഫണ്ടിൽ ഇത്തവണയും കേരളം പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇത്തവണയും അവഗണന തുടരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ BJP ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഉണ്ട്. മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലും, അതെ, തെലങ്കാനയും. തീർച്ചയായും അന്ന അത് തന്നെയാണ് ഏറ്റവും നിർഭാഗ്യകരമായ ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്തായാലും ഒരു നിമിഷം, ഒരു നിമിഷം. സഞ്ജയ്ക്ക് ഭാഷ അറിയില്ലല്ലോ, നിങ്ങളുടെ ക്യാമറാമാന്. മുമ്പ് കൊടുത്ത ഡയറക്ഷൻ ഇപ്പോൾ പാലിച്ചോണ്ടിരിക്കുക, വീണ്ടും ചുറ്റുവട്ടം കാണിച്ചോണ്ടിരിക്കുക. സഞ്ജയോട് പറയൂ, എന്നെ കാണിച്ചാൽ മതി, എന്റെ ഫേസ്, എന്റെ ബാക്ക് സ്ക്രീൻ കാണിച്ചുകൊണ്ടാണ് ക്യാമറമാൻ നമുക്ക് ആ വിഷ്വൽ തന്ന കൃത്യം വാർത്തയായിരുന്നു. കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ സഞ്ജയുടെ ഫ്രെയിം കറക്റ്റ് ആണ് എന്നെ പറഞ്ഞ പോലെ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് കാണിച്ചത്, പക്ഷേ പാവം സഞ്ജയ്ക്ക് അറിയില്ലല്ലോ വാർത്ത മാറിയത്. ഓക്കെ, ശരി, അപ്പൊ സിബി തുടരാം. ശരി, എന്തായാലും ഞാൻ സഞ്ജയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇന്നലെ ഒരു ഇത്തരത്തിൽ 5 സംസ്ഥാനങ്ങൾക്കായി 1554 കോടി രൂപയുടെ SDRFിലേക്ക് അധിക സഹായം അനുവദിച്ചത്. ഈ അധിക സഹായത്തിലും പൂർണ്ണമായും അവഗണന എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒക്ടോബറിൽ 154 കോടി രൂപ കേരളത്തിൽ അനുവദിച്ചെങ്കിലും ആ തുക നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് ചില ഇതിൽ ആ തുകയിൽ തന്നെ 50% ചിലവഴിച്ചിട്ടില്ലാത്ത കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ തുക അനുവദിച്ചെങ്കിൽ പോലും നമുക്കത് ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് 1554 കോടി രൂപ ഇന്നലെ പ്രത്യേകമായി ധനസഹായം അനുവദിച്ചിട്ടും ഇതുവരെയും കേരളത്തിൽ അതിലും രണ്ടാം ഘട്ടത്തിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ പരിഗണിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിന് ഇതിൽ 608 കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിന് അനുവദിച്ചിട്ടുള്ളത്. ആന്ധ്രയ്ക്ക് നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒക്ടോബറിൽ അന്ന് 1036 കോടി രൂപയാണ് അന്ന് അനുവദിച്ചത്. അതുകൂടാതെ ഇപ്പോൾ പ്രത്യേക ധനസഹായത്തിൽ രണ്ടാം തവണയും ആന്ധ്രാപ്രദേശ് NDA സർക്കാർ ഭരിക്കുന്ന, പ്രത്യേകിച്ച് BJPയുടെ മൂന്നാം മോദി സർക്കാരിനെ പിടിച്ചു നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ ആന്ധ്ര സർക്കാരിനെ വീണ്ടും സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്. മറ്റൊന്ന്, ഒഡീഷയ്ക്ക് 255 കോടി രൂപ, ത്രിപുര 288 കോടി രൂപ. ത്രിപുരയ്ക്ക് അന്ന് 50 കോടി രൂപ അന്നും BJP ഭരിക്കുന്ന ത്രിപുരയ്ക്ക് നൽകിയിരുന്നു. അതുകൂടാതെ നാഗാലാൻഡിന് 107 കോടി രൂപ, തെലങ്കാനയ്ക്ക് 231 കോടി രൂപ. തെലങ്കാനയ്ക്ക് അന്നും ഏകദേശം 416 കോടി രൂപ, 231 കോടി രൂപ അന്നും 416 കോടി രൂപ അന്നും ഒക്ടോബർ നൽകിയിരുന്നു. തെലങ്കാനയിൽ നമുക്കറിയാം, കോൺഗ്രസ് ഭരിക്കുകയും പോലും അവിടെ BJP വളരെ ശക്തമായി പ്രതിപക്ഷമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തെലങ്കാന. അങ്ങനെ BJPയും NDAയും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. ഇത്തവണയും കേരളം അവഗണിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് വയനാടിന് പ്രത്യേക ധനസഹായം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും വയനാടിന് ഒരു അതിതീവ്ര മേഖലയായിട്ടല്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സഹായം ഇപ്പോഴും നൽകിയിട്ടില്ല. പ്രത്യേകമായ ധനസഹായം രണ്ടാം തവണ ഈ തവണ SDRF ഫണ്ടിലേക്ക് അനുവദിച്ചിട്ടും അതിലും കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒക്ടോബറിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അറിയിച്ചത് റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നതായിരുന്നു. ഓക്കെ, ശരി. സിബിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. അന്ന, ഇതെങ്ങാനും ചോദിച്ചിന്ന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ അടുത്തേക്ക് മാധ്യമപ്രവർത്തകർ പോയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. അതെ, കഴിഞ്ഞ തവണ ഈ കേന്ദ്ര ബജറ്റ് വന്നതിന് ശേഷമുള്ള കേന്ദ്രമന്ത്രിമാരുടെ, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെയൊക്കെ പ്രതികരണം ഒന്ന് ഓർത്തു നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ. അതിന്റെ പുറത്ത് ചർച്ചകളും കാര്യങ്ങളും കേരളത്തെ ഏറ്റവും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ജോർജ് കുര്യന്റെ ഒരു പരാമർശം, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പരാമർശം, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശം ഒക്കെ അങ്ങനെയൊക്കെ മാറും. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഏതായാലും കേന്ദ്രമന്ത്രിമാരെ അതുകൊണ്ടൊന്നും കാണാതിരിക്കേണ്ട. കേരളം പതിവ് പോലെ തന്നെ, അത്ഭുതങ്ങളൊന്നുമില്ല, പക്ഷേ പതിവ് പോലെ തന്നെ നിങ്ങൾ കൂടി പങ്കാളികളായ ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ തഴഞ്ഞിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുക. എന്ത് പറയും നമുക്കൊന്ന് അറിയാം, കേൾക്കാം.